കഴിഞ്ഞ ചില പാഠങ്ങൾ തന്നെ നമ്മൾ മനുഷ്യന്റെ ജീവിതം, വിശ്വാസം, പ്രത്യാശ എന്നീ വിഷയത്തെ ആധാരമാക്കിയിട്ടുള്ള പഠനങ്ങളായിരുന്നു. അതിലേറ്റവും മുഖ്യമായ വിഷയമായി വന്നത് മനുഷ്യന്റെ ദേഹി. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് സോൾ എന്ന് എഴുതിയിരിക്കുന്നു. പ്രാണനെന്നും കൊടുത്തിട്ടുണ്ട്, ആത്മാവെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരീരമൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകേണ്ടി വരും. ആത്മാവ്, ജീവനെ തരുന്ന ആ ആത്മാവ് ദൈവത്തെങ്കിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പം നമ്മൾ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുന്ന ആളെന്ന് പറയുന്നത് ദേഹിയാണ്, അല്ലെങ്കിൽ പ്രാണനാണ്. ഈ പ്രാണൻ എന്താണ്? എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതെങ്ങോട്ടാ പോകുന്നത്? എവിടുന്നാ വന്നത്? എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നത്. ഇതില് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഇത് പ്രവാസിയും പരദേശിയുമാണ്. ഈ ദേശക്കാരല്ല, പ്രവാസത്തിൽ വന്നത്, സ്വദേശം മറ്റെങ്ങോ ആണ്. അവിടെ നിന്ന് പ്രവാസിയും പരദേശിയുമായിട്ട് വന്ന് താമസിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വചനത്തിൽ പഠിക്കുന്നത് ഇത് ദൈവത്തിന്റെ സൃഷ്ടിയുമാണ്. ഇത് രണ്ടും കൂടെ ഒക്കുന്നത് എങ്ങനെയാണ്? ദൈവം എപ്പോൾ സൃഷ്ടിച്ചു? ദൈവം ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ, മനുഷ്യൻ ഉരുവാകുമ്പോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്ന ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പ്രാണന്റെ ആരംഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദേഹിയുടെ ആരംഭം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മം മുതലാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയമാണ് പ്രാണന്റെ ആരംഭം. പിന്നെ ഇത് പരദേശി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന് നമ്മൾ ഗ്രഹിപ്പാനിടയായി തീർന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഇത് പൊരുളല്ല. അത് മനുഷ്യർ എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണെന്ന് സഭാപ്രസംഗം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വ്യക്തമാകും. കാരണം പൊടി പണ്ട് പൊടിയായിരുന്നു പോലെ തിരികെ ചേരും, പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് പോകും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഈ 3 കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൊടി, അതായത് മണ്ണിൽ നിന്ന് എടുത്ത് മണ്ണിലേക്ക് പോകും. ജീവനെ തന്ന ആത്മാവ് തന്ന ദൈവത്തിലേക്ക് പോകും. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദേഹി എന്ന് പറയുന്നത് അത് ശാശ്വത ഭവനം, അതായത് അവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ എന്തെല്ലാമാണ് ചെയ്തത് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വേണ്ടി പോവുകയും ചെയ്യും. ഇത് നമ്മൾ ഗ്രഹിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അപ്പോൾ ഈ ആളെന്ന് പറയുന്നത് നിഴലാണെന്ന് നമുക്കവിടെ വചനപ്രകാരം മനസ്സിലായി. അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് നിഴലാണ് എന്ന് പറഞ്ഞാൽ, നിഴലാണെങ്കിൽ പൊരുൾ മറ്റെവിടെയോ ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടറിയണമെങ്കിൽ, ഇത് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് നമ്മൾ താരതമ്യപ്പെടുത്തി പഠിക്കണം. അതിന്റെ കാരണം വചനം എഴുതിയിരിക്കുന്നത്, അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. ആര്? യേശു എന്ന മനുഷ്യൻ സകലത്തിലും തന്റെ സഹോദരന്മാർ ശിഷ്യന്മാർ തന്നെയാണ്. ആ ശിഷ്യന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. അത് നമുക്ക് തുല്യനായിരുന്നു യേശു. പാപം ഒഴികെ. പാപമില്ലായിരുന്നു. നമ്മിൽ പാപമുണ്ട്, യേശുവിൽ പാപമില്ലെന്ന് മാത്രം. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. അപ്പോൾ നമ്മുടെ ചരിത്രം പോലെ തന്നെ യേശുവിൻ്റെ ചരിത്രമുണ്ട്. യേശുവിൻ്റെ ശരീരഘടന പോലെ തന്നെ നമുക്ക് ശരീരഘടനയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും യേശുവിൻ്റെ ശരീരം എവിടുന്ന് വന്നു? സംശയം വേണ്ട. എവിടുന്ന് വന്നു? ഈ ലോകത്തിലെ മണ്ണിൽ നിന്ന് കഴിക്കുന്ന ലോകത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വന്നു. ഗർഭത്തിൽ വെച്ച് അമ്മ മറിയയുടെ ശരീരത്തിൽ നിന്ന് പ്രാപിപ്പാനിടയായി തീർന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗവും ഈ ലോകത്തിൻ്റെ മൂലവസ്തുവിൽ നിന്ന് തന്നെ, ഈ ലോകത്തിലെ മൂലകങ്ങളിൽ നിന്ന് തന്നെയാണ്. എന്നാൽ യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവിൻ്റെ ജീവൻ ഉളവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകും. മനുഷ്യനെ പോലെയല്ല, പരിശുദ്ധാത്മാവിനാൽ ഉളവായ ജീവനാണ്. അതുകൊണ്ട് അത് നൽകിയ ആത്മാവിലേക്കും പോയി. ഈ ആത്മാവിനെയാണ് വചനം പറയുന്നത്, യേശു തൻ്റെ ആത്മാവിനെ ദൈവത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് ദൈവത്വത്തിലേക്ക് പോയി. യേശുവിൻ്റെ ശരീരം കല്ലറയിലേക്കും പോയി. പിന്നെ ശേഷിക്കുന്നൊരു ഭാഗമുണ്ട്, യേശുവിൻ്റെ ദേഹിയാണ്. ഇതെങ്ങോട്ട് പോയി?
അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ ഉയരത്തിൽ കയറി എന്ന് പറഞ്ഞതിന് ശേഷം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് യേശു ഇറങ്ങി. ഇറങ്ങിയതാര്? ഈ ദേഹി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന ഈ അകത്തെ മനുഷ്യൻ, യേശുവിന്റെ അകത്തുണ്ടായിരുന്ന മനുഷ്യനാണ് പാതാളത്തിലേക്ക് ഇറങ്ങിയതെന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നത് ഇതും ദൈവത്തിന്റെ വചനമനുസരിച്ച് നിഴലാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ യേശുവിന്റെ ദേഹിയും നിഴല് തന്നെയാണ്. വചനം ഏതാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്തിനു വേണ്ടിയിട്ട്? ജീവൻ, പുതിയ ഒരു പ്രജയ്ക്ക് ജീവൻ കൊടുക്കാൻ. പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരും. മറിയയിൽ നിന്ന് ശരീരമെടുക്കും. വചനം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് തന്നെ മറിയയുടെ മറിയയിൽ നിന്ന് ശരീരമെടുത്തു. പരിശുദ്ധാത്മാവിൽ നിന്ന് ജീവനും കിട്ടി. ഈ സമയത്ത് ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ദേഹി, അതായത് അത്യുന്നതന്റെ ശക്തിയുടെ നിഴലാണ് ഈ വന്നിരിക്കുന്ന ദേഹി എന്നർത്ഥം. ഇതാണ് നമ്മൾ അവിടെ പഠിക്കാനിടയായി തീർന്നത്. ഇതിന്റെ ഉറപ്പിലേക്കായിട്ട് ദൈവത്തിന്റെ വചനം ഗ്രഹിച്ചു കൊള്ളണം. സങ്കീർത്തനം 39-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അപ്പോൾ മനുഷ്യരിൽ ദേഹി എന്ന് പറയുന്നത് നിഴലാകുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. യേശു ക്രിസ്തുവും അത്യുന്നതന്റെ ശക്തിയുടെ നിഴലാണ്. അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവപുത്രനും ദൈവജ്ഞാനവുമാണ്. ആ ശക്തിയുടെ നിഴലാണ് യേശു എന്ന മനുഷ്യനായി തീർന്ന് മറിയ എന്ന കന്യകയിൽ വന്നത്. മനുഷ്യന്റെ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ തിരിച്ച് ഈ ലോകം വിട്ടു പോകുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയിൽ ഉള്ളതായി തോന്നും, ബദാമൃക്ഷം പൂക്കും, തുള്ളൻ എഴിഞ്ഞു നടക്കും, യോജനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതായത് മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതായത് അവൻ ചെയ്ത പ്രവൃത്തി എന്തോ അതനുസരിച്ച് പ്രാപിക്കാൻ അവൻ ശാശ്വത ഭവനത്തിലേക്ക് പോകും. രണ്ടാമത്തത്, അന്ന് വെള്ളിച്ചരടറ്റ് പോകും, പൊൻകിണ്ണം തകരും, ഉറവിലെ കുടമുടയും, കിണറ്റിലെ ചക്രം തകരും, പൊടി പണ്ട് പൊടിയായിരുന്നു പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ശരീരം അത് പൊടിയാ, അത് പൊടിയിലേക്ക് മടങ്ങിച്ചേരും. മൂന്നാമത്തെ ഘട്ടം, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അതായത് ജനനത്തിങ്കൽ ജീവാത്മാവ് തന്നത് ദൈവമാണ്, ആ ദൈവത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ 3 ഘടകങ്ങൾ തിരിച്ചു പോകുന്നത് 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, സഭാപ്രസംഗി 12-ന്റെ 5-ൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ചേർത്ത് ഗ്രഹിച്ചു കൊള്ളണം. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന യേശു അടക്കം യേശുവും മറ്റു സകല മനുഷ്യരും നിഴലായിട്ടാണ് നടക്കുന്നത്. ഈ അവരുടെ ശരീരത്തിൽ ഏതാണ് നിഴല്? പൊടിയിൽ നിന്ന് അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. ആത്മാവിനാൽ അവർക്ക് ജീവൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും തിരിച്ചു പോകും. ആത്മാവ് നൽകിയ ദൈവത്വത്തിലേക്ക് പോകും, പൊടി തിരികെ പൊടിയിലേക്ക് ചേരും. പിന്നെ ശേഷിക്കുന്നത് ദേഹി, അതായത് അകത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യൻ നിഴലാണ്. ഈ നിഴൽ എന്ന് പറയുന്നത് എന്തിൻ്റെയോ അതിന്റെ പൊരുൾ എവിടെയോ ഉണ്ട്. അതായത് ഈ പൊരുൾ എവിടെയോ ഉണ്ട്. ഏതിന്റെ? ഈ നിഴലിന്റെ പൊരുൾ എവിടെയോ ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? നമുക്ക് നേരെ കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ മതി. കർത്താവിനും ഇതുപോലെ തന്നെ 3 ഘടകങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. കർത്താവിന്റെ ശരീരം മറിയയിൽ നിന്നെടുത്തു. കർത്താവിന്റെ ജീവൻ പരിശുദ്ധാത്മാവിനാൽ വന്നു. കർത്താവിന്റെ ദേഹി അത് നിഴല. അതിന്റെ പൊരുൾ ഏതാ? ഇതിന്റെ പൊരുളാണ് അത്യുന്നതന്റെ ശക്തിയുടെ നിഴൽ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് എന്താ? 1 Corinthians 1:24 പറയുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അപ്പൊ അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്നതും ദൈവപുത്രൻ എന്ന് പറയുന്നതും വചനം എന്ന് പറയുന്ന ഒരാളാണ്. ഈ അത്യുന്നതന്റെ ശക്തി ആയ ദൈവപുത്രന്റെ നിഴലാണ് ഇവിടെ വന്നത്. അപ്പോൾ കൃത്യമായി എന്ത്? ഫിലിപ്പിയർ അങ്ങനെ 2:5 എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു.
അതായത് ദൈവരൂപം. അവൻ മറ്റൊരു വാക്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതനുസരിച്ച് പറഞ്ഞാൽ അവൻ ദൈവപുത്രനായിരിക്കെ ആ നിലയിൽ വരാതെ വണ്ണം നിഴലായി, ദൈവപുത്രന്റെ നിഴലായി, ദൈവശക്തിയുടെ നിഴലായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഈ നിഴലാണ് മറിയയിൽ ആരംഭിച്ച യേശുവിന്റെ മനുഷ്യദേഹി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഇനി അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു പൊരുൾ കാണണ്ടേ? യേശുവിന്റെ ദേഹി എന്ന നിഴലിന് പൊരുളായിട്ട് ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ ഉണ്ടെങ്കിൽ മറ്റു മനുഷ്യർക്കോ? എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാകണം. എല്ലാവർക്കും ഒരു പൊരുളുണ്ടാകണം. യൂദയുടെ പൊരുൾ എവിടെയാ? യേശു പറഞ്ഞു, നിങ്ങൾ 12 പേരെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? തിരഞ്ഞെടുത്തു. പക്ഷെ നിങ്ങളിൽ ഒരുത്തനൊരു പിശാചാ. അതായത് ലോകത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവന്റെ പൊരുളിരിക്കുന്നത് പിശാചാണ്. യേശുവിന്റെ പൊരുളിരിക്കുന്നത് ദൈവപുത്രൻ സിംഹാസനത്തിലാണ്. ഇതുപോലെ നമുക്കെല്ലാവർക്കും, ദൈവസഭയിലുള്ള എല്ലാവർക്കും പൊരുളുണ്ട്. അതിന്റെ ഒറിജിനൽ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എവിടെ ഇരിക്കുന്നു? അതാണ് ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ജനിച്ചിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആരെ തെരഞ്ഞെടുത്തു? എന്ത് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യനായി ഈ ലോകത്തിൽ ജനിക്കാൻ ദൈവം തീരുമാനിച്ചത്, അല്ലെങ്കിൽ ദൈവം ചിന്തിച്ചതും ദൈവം തീരുമാനിച്ചതും ദൈവപുത്രനെ സംബന്ധിച്ച. ദൈവപുത്രൻ ഇവിടെ ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിക്കണം. മാത്രമല്ല ദൈവപുത്രനോട് കൂടെ മറ്റു ചിലരും, മറ്റു കുറെ പേരും മനുഷ്യനായിട്ട് ജനിക്കണം. ഇങ്ങനെ ഉള്ളവരെ തെരഞ്ഞെടുക്കുക ചെയ്ത്. ഈ തെരഞ്ഞെടുത്ത കൂട്ടത്തിലുള്ളതാണ് ദൈവസഭയും ഇവിടെയുള്ള വിശുദ്ധന്മാരും. ദൈവഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവരാണ്. അപ്പൊ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരു ഭക്തന്റെ പൊരുൾ, പത്രോസ് അല്ലെങ്കിൽ പൗലോസിന്റെ ദേഹിയുടെ പൊരുൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവസ്ഥ അവർക്ക് സ്വർഗത്തിലുണ്ട്. അതെന്നാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത് വെളിപ്പെടുന്നില്ല. വെളിപ്പെടുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് വിരോധമില്ല. നമുക്ക് ന്യായമായതാണെങ്കിൽ നമുക്ക് വിശ്വസിക്കുകയും നമുക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ഗ്രഹിക്കാൻ കഴിയുന്നതിൽ വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിനും സകല വിശുദ്ധന്മാർക്കും അവരുടെ ദേഹിക്കൊരു പൊരുള് അന്ന് ഉണ്ട്. ഈ പൊരുളിനെയാണ്, അതെന്താണോ അതിനെയാണ് ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പൊരുള്. ഇത് അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ സ്വഭാവമാണ്, ക്വാളിറ്റിയാണ് ഇതിൽ വെളിപ്പെടുന്നത്. ഏതില്? നിഴലിൽ വെളിപ്പെടുന്നത്. അതായത് പിശാചിന്റെ സ്വഭാവവും നിലവാരവും യൂദയുടെ ദേഹിയിൽ വെളിപ്പെടും. ദൈവപുത്രന്റെ സ്വഭാവവും നിലവാരവും യേശുവിന്റെ ദേഹിയിൽ വെളിപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ട എന്തോ ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സ്വഭാവം പത്രോസിലും പൗലോസിലും സഭയിലുള്ള ഓരോ അംഗങ്ങളിലും വെളിപ്പെടും. ഇതിങ്ങനെ ഓരോരോ മനുഷ്യർക്കും ഓരോരോ നിലവാരങ്ങളാണ് പൊരുളില്. അതനുസരിച്ചിട്ടാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യന്റെയും സ്വഭാവം രൂപാന്തരപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ് ദുഷ്ടനായി തീരുന്നതും നീതിമാനായി തീരുന്നതും വെറുക്കപ്പെട്ടവനായി തീരുന്നതും കഷ്ടമുള്ളവനായി തീരുന്നതും നശിക്കുന്നവനായി തീരുന്നതും പാപം ചെയ്യുന്നവനായി തീരുന്നതും എല്ലാം ഇതിനെ താരതമ്യപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതുമായ, നമ്മൾ പഠിക്കുന്നതും നമ്മൾ എത്തിച്ചേർന്നതുമായ വിഷയം എന്ന് പറയുന്നത്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു. അതായത് നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നിഴലാണ്. ഈ നിഴൽ അമ്മയുടെ ഗർഭത്തിൽ ദൈവം സൃഷ്ടിച്ചു തരുന്നതാണ്. ഈ നിഴലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൊരുളിന്റെ നിലവാരം അനുസരിച്ച് ഇതിനകത്ത് ഇച്ഛയും പ്രസാദവും സ്വഭാവവും വെളിപ്പെട്ടു വരും. അതായത് ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ, ഈ മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വാർത്ത കേട്ടുക. വാർത്ത കേൾക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ഒരു വാർത്ത കേൾക്കുക. ദൈവത്തിന്റെ വചനമാണ്. പരിശുദ്ധാത്മാവിൽ ഈ വചനം ഘോഷിച്ചപ്പോൾ ഇത് ഈ മനുഷ്യന്റെ ചെവിയിൽ വീണു. ഏത്? ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ നിഴലുള്ള മനുഷ്യന്റെ ചെവിയിൽ കേട്ട് അത് അവന്റെ ഹൃദയത്തിലെത്തിയപ്പോ ഇവന്റെ ഉള്ളിൽ ഈ നിഴലിൽ
പൊരുളിന്റെ ക്വാളിറ്റി വെളിപ്പെട്ടു. അതായത് പൊരുളിനോട് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. നീ ലോകത്തിൽ ജീവിക്ക്, നിന്നെ തിരഞ്ഞെടുക്കും, നിന്നെ നിത്യജീവന് അവകാശിയാക്കി തീർക്കും, സ്വർഗീയ യെരൂശലേമിൽ നിനക്ക് അവകാശമുണ്ട്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പൊരുളിനറിയാം. അതുകൊണ്ട് ഈ പൊരുളിനൊരാശയുണ്ട്. മരിക്കുന്ന ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിലും, നശിച്ചു പോകുന്ന ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, മരിക്കുന്നതിന് മുമ്പേ സുവിശേഷം കേട്ട്, സദ്വർത്തമാനം കേട്ട്, ആ സദ്വർത്തമാനം സ്വീകരിച്ച്, അനുസരിച്ച് ഞാൻ നിത്യജീവനെ പ്രാപിക്കേണ്ടതാണെന്ന് ഈ സോളിന്, ഈ പരദേശിയും പ്രവാസിയുമായിരിക്കുന്ന ആ, പൊരുളിന് ഒരാശയുണ്ട്. ഈ ആശയാണ്, അല്ലെങ്കിൽ ഒരു അറിവുണ്ട്. ഈ അറിവാണ് മനുഷ്യനിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനിൽ, അല്ലെങ്കിൽ ദൈവം മുൻനിർണയിക്കപ്പെട്ടവനിൽ ആശയായിട്ട് വെളിപ്പെട്ട് വരുന്നത്. ആശയ ആ അ- അതുകൊണ്ട് വചനം പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഇവനിൽ നിന്ന് ഈ വചനം വന്ന് കേൾക്കുമ്പോൾ, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നിത്യജീവനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്ന് ആ വചനം സ്വീകരിക്കും. കാരണം അവന്റെ ആശയം അത് തന്നെയാണ്. ഇതിന്റെ ഈ നിഴലിൽ കൂടി പൊരുളിന്റെ ആശ വെളിപ്പെടും. യേശുവിൽ കൂടി ദൈവപുത്രന്റെ ആശ വെളിപ്പെടും. ദൈവപുത്രന്റെ സ്വഭാവം ഇപ്പൊ പൊരുളിൽ കൂടി വെളിപ്പെടും. ദൈവത്തിൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവപുത്രനിലും ഇരുട്ടില്ല. അത് ആ ഇരുട്ടില്ലാത്ത വെളിച്ചത്തിന്റെ സ്വഭാവം വെളിപ്പെടുന്ന ഭാഗമാണ് യേശുവിന്റെ ദേഹി എന്ന് പറയുന്നത്, ഉള്ളമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ വ്യക്തിത്വം ഉളവായി വരുന്നത്. എന്നാൽ ദുഷ്ടൻ കേൾക്കുമ്പോൾ, ഒരു വാർത്ത കേൾക്കുമ്പോൾ, ദുഷ്ടഹൃദയത്തിലേക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ, അവർക്ക് ആ ദുഷ്ടത സ്വീകരിക്കാനുള്ള ഒരു ഇച്ഛ അവിടുന്ന് വരും. എവിടുന്ന് വരും? ഇപ്പോൾ നമ്മൾ സോദോം ഗോമോറയിലെ പാപത്തെക്കുറിച്ച് പഠിക്കുകയാണ്. സോദോം ഗോമോറയിലെ പാപം എന്ന് പറയുമ്പോൾ അവിടെ ജനമെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോത്തിന്റെ ഭവനത്തിൽ 2 വിരുന്നുകാർ വന്നിട്ടുണ്ട്. ആ വിരുന്നുകാർ 2 പുരുഷന്മാരാ. അവിടെ ഉള്ള അവിടെയുള്ള ജനത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവർ സോതോമൈറ്റ്സാ. സോതോമ്യ പാപം, സോതോം ഗോമോറയിൽ വെളിപ്പെട്ട പാപം, പാപത്തിന് അഡിക്റ്റാണ്, അടിമകളാണ്. അവർ സ്ത്രീകളെ കാണുമ്പോൾ ഉള്ള അവരുടെ വൈകാരികത പോലെ അതിനേക്കാൾ വലുതായിട്ട് പുരുഷന്മാർ തമ്മിൽ കുടുംബം ഉണ്ടാവും. അതുപോലെ പുരുഷന്മാരെ കാണുമ്പോൾ ഉള്ള വികാരത്തെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകും. അങ്ങനെ വഷളായി നിൽക്കുന്ന ജനമാണ്. ഇവരെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ ഹൃദയത്തിൽ ഈ വർത്തമാനം കേട്ടു. എന്ത് കേട്ടു? ഇതാ ലോത്തിന്റെ ഭവനത്തിൽ 2 വിരുന്നുകാർ വന്നിട്ടുണ്ട്. അവർ 2 പുരുഷന്മാരാണ്. അവരെ നമുക്ക് പിടിക്കണം, പുറത്ത് കൊണ്ടുവരണം, ഭോഗിക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് വന്ന് വളഞ്ഞു. ഇവരുടെ ഉള്ളിൽ ഈ ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ഇവരുടെ ഉള്ളിൽ ലോത്തിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ ഭോഗിക്കണം എന്നുള്ള ആ അത്രയും ദൈവകോപം ഉളവാക്കുന്ന ചിന്ത, ആഗ്രഹം ഇവരിൽ എങ്ങനെയുണ്ടായി? സംശയം വേണ്ട, എടുത്താൽ മതി. ഇത് എവിടെ നിന്നുണ്ടായി ഈ ആഗ്രഹം? അവരെ ഭോഗിക്കണം എന്നുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ദേഹിയിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഉള്ളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, പ്രാണനിൽ നിന്ന് പുറപ്പെട്ടു വന്നു, സോളിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ആ വാക്യങ്ങൾ നമ്മൾ പല വാക്കുകൾ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. അപ്പൊ ഈ ദേഹിയിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ദേഹി എന്ന് പറയുന്നത് നിഴല. നിഴൽ എന്ന് പറയുമ്പോൾ പൊരുൾ എവിടെയാ? പൊരുള് ആത്മീയ മണ്ഡലത്തിലാ. ആത്മീയ മണ്ഡലത്തിൽ ആത്മീയ മണ്ഡലത്തിൽ പൊരുൾ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആ വാക്യം കൂടി വായിക്കാം. യൂദായുടെ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ പാപവും ഭൂമിയിലെ പാപവും എന്ന് ഇതൊരു താരതമ്യം, അത് സൂക്ഷ്മമായി ഗ്രഹിച്ചിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചു പഠിച്ചോളണം. സ്വർഗത്തിലുണ്ടായ ഒരു പാപം ആദ്യം പറയാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അതായത് ദൈവം ഓരോരുത്തർക്കും വാഴ്ച കൊടുത്തിട്ടുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ വാഴ്ചയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം കാണിക്കാതെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദൂതന്മാരുണ്ട്. അപ്പോ ഇവരെ എന്ത് ചെയ്തെന്നറിയോ? ഇവര് ദൈവകൽപ്പന നിഷേധിച്ചു,
സ്വന്തം വാസസ്ഥലം വിട്ടു പോയി സ്വന്തം വഴിക്ക് പോയെന്ന് അറിഞ്ഞു പോയതോടുകൂടി ഇവരെ ചങ്ങലയ്ക്കിട്ടു. എന്തിന്റെ ചങ്ങല? അന്ധതമസിന്റെ ചങ്ങലയ്ക്കിട്ട് അന്ധകാരത്തിന് കീഴിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കും. അവരെ ശിക്ഷിക്കാൻ വേണ്ടി മഹാദിവസത്തേക്ക് വെച്ചിരിക്കുക. ഇതാ ഒരു മഹാദിവസം വരാൻ പോവാ. ആ മഹാദിവസത്തേക്ക് ശിക്ഷിക്കാനായിട്ട് ചങ്ങലയിട്ടിരിക്കുക. ഇത് സ്വർഗത്തിൽ നടന്ന ആത്മീയ മണ്ഡലത്തിൽ നടന്ന ഒരു കാര്യമാണ്. ആത്മീക മണ്ഡലത്തിൽ നടന്ന പാപമാണ്. ഇത് ഭൗമിക മണ്ഡലത്തിൽ വരുമ്പോൾ ഈ പാപം എങ്ങനെ ഇരിക്കും? ഈ ബന്ധിക്കപ്പെട്ടവരുടെ ആത്മാവ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ആരുടെ? ഈ സ്വർഗത്തിൽ സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദൂതന്മാരുടെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. എവിടെ വ്യാപരിക്കുന്നുണ്ട്? ഭൂമിയിലും വ്യാപരിക്കുന്നുണ്ട്. ഇതിന് കീഴ്പ്പെടുന്നവരുടെ പ്രവൃത്തി എന്നെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ അവിടെ സൂക്ഷ്മമായിട്ട് വായിക്കുന്നത്. അത് തന്നെ ഒന്നുകൂടെ വായിച്ചേ. ആറാം അധ്യായം തങ്ങളുടെ വാഴ്ച ആറാം കാത്തുകൊള്ളാതെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിന് കീഴെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ സോദോമും അതേ സെയിം ആ വാക്ക് ഓർത്തോളണം. അതേപോലെ എന്ന് പറഞ്ഞാൽ ആ പാപം തന്നെ ഭൂമിയിൽ വന്നപ്പോ അതേപോലെ തന്നെ സോദോമും ഗോമോറയും സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ അവർക്ക് ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി നിത്യാവിധിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി ദൃഷ്ടാന്തമായി ഇന്ന് സോദോമും ഗോമോറയും ഉപ്പുകടലും അല്ലെങ്കിൽ ചാവുകടലായിട്ട് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ദൈവം നശിപ്പിച്ച് കളഞ്ഞ ആ പട്ടണമായിട്ട് ആ ചാവുകടൽ കിടക്കുന്നത് ഈ സോതോമ്യ പാപത്തിന് അടിമപ്പെട്ടവരാണ്. സോതോമ്യ പാപം കൊണ്ടാണ്. സോതോമ്യ പാപം എവിടെ നിന്ന് വന്നു? സോതോമ്യ പാപം എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരുടെ ആത്മാവ് വ്യാപരിച്ച് അതിന് കീഴ്പ്പെട്ട് ചെയ്തതാണ്. ഈ പാപം ഇവർ സ്വീകരിക്കാൻ തക്കവണ്ണം, അതായത് ഈ അന്യജടം മോഹിച്ച് നടക്കുന്ന പരസംഗ മോഹം ഭ്രമിച്ച് നടക്കുന്ന അന്യജടം മോഹിച്ച് പാപത്തിന് നടക്കുന്ന സ്വവർഗ സംഭോഗത്തിന് വേണ്ടി സ്വവർഗ രതിക്ക് വേണ്ടി നടക്കുന്ന ഇവർക്ക് ഈ ആഗ്രഹം എവിടെ നിന്നുണ്ടായി? ദേഹിയിൽ നിന്നുണ്ടായി. ഇവർക്ക് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് ആകാംക്ഷ ദേഹിയിൽ നിന്നുണ്ടായി. ദേഹിക്ക് ഇങ്ങനെ ഒരു യോഗ്യത വന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഹം വന്നത് എന്തുകൊണ്ടാ? ഇതിനൊരു പൊരുളുണ്ട്. ദേഹി എന്ന് പറയുന്നത് നിഴലാ. ഈ നിഴലിനൊരു പൊരുളുണ്ട്. ഈ പൊരുൾ എവിടെ ഇരിക്കുന്നു? ആത്മീയ മണ്ഡലത്തിൽ ഇരിക്കുന്നു. ആത്മീയ മണ്ഡലത്തിൽ ആ പൊരുള് ഏതാ? ദൈവം തിരഞ്ഞെടുക്കാത്ത ഒരു കൂട്ടമുണ്ട്. ലോകത്തില് യൂദ ജനിക്കാൻ ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നോ? ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ യൂദ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. കോരഹ് ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. കയീൻ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. ഇവിടെയുള്ള ദുഷ്ടന്മാരോ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളവരോ ആരും ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെയോ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ജനിക്കാവൂ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം 6 ദിവസത്തെ സൃഷ്ടിയെ, ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ച് അതിന് സകലം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന്റെ കാൽക്കീഴാക്കി. നീ നടത്തിക്കോ, നീ ഭരിച്ചോ എന്ന് മനുഷ്യന്റെ കീഴിലാക്കിയപ്പോ ആ മനുഷ്യൻ ആ നിലയിൽ നിൽക്കാതെ ദൈവത്തെ അവിശ്വസിച്ച് അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ, ശത്രുവിന്റെ വചനത്തെ വിശ്വസിച്ച് അവനെ അനുസരിച്ചതിന്റെ പേരിൽ ഇവനെ ഏൽപ്പിച്ച ഈ മുഴു ലോകവും ദുഷ്ടന്റെ കീഴിലായിപ്പോയി. അന്നു മുതലാണ് ഇവനൊക്കെ ജനിക്കാൻ തുടങ്ങിയത്. ആരെ? ഈ കായീനും, ഈ പറയുന്ന ഏശാവും, ഈ പറയുന്ന കോരഹും, ഈ പറയുന്ന യൂദയും, ഇങ്ങനെ ദുഷ്ടന്മാരും ദൈവഹിതമല്ലാത്ത സകലതും ജനിക്കാനുണ്ടായ കാരണം ഇതാണ്. കാരണം അവരും നിഴലായിട്ടാണ്. അവരുടെ ദേഹിയും നിഴലാണ്. ഈ ദേഹി എന്ന നിഴലിന്റെ പൊരുള് ആത്മീയ മണ്ഡലത്തിലാണ്. ഈ പൊരുളിനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ നീതിമാനായ ലോത്തിന്റെ ഹൃദയമോ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ അവരുടെ ദിനം പ്രതി അവിടെ നടക്കുന്ന ദുഷ്കാമ പ്രവൃത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു. ഈ വാർത്ത കേൾക്കുമ്പോൾ ലോത്തിന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാവും. അതെവിടെ നിന്നാ വേദന വരുന്നേ? ലോത്തിന്റെ ഉള്ളത്തിൽ നിന്ന് വേദന വരും. ലോത്തിന്റെ ദേഹിയിൽ നിന്ന് വേദന വരും. ലോത്തിന്റെ പ്രാണനിൽ നിന്ന് വേദന വരും. ലോത്തിന്റെ സോളിൽ നിന്ന് വേദന വരും. ഇതെല്ലാം ഒറ്റ വേദന വരും.
ഈ ദേഹിയിൽ നിന്ന്, ഉള്ളത്തിൽ നിന്ന് ഈ വേദന വരുന്നത് എന്തുകൊണ്ടാ? ഈ ദേഹി നിഴല. ഇതിനൊരു പൊരുളുണ്ട് ആത്മീയ മണ്ഡലത്തില്. ആത്മീയ മണ്ഡലത്തിൽ ഇതിനൊരു പൊരുളുണ്ട്. ലോത്തിന്റെ ദേഹിക്ക് ഒരു പൊരുളുണ്ട്. ഈ പൊരുളിനെ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തതാ. ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തതാ. ഈ പൊരുൾ അതിന്റെ ഒരു അതിന്റെ ക്വാളിറ്റിയാണ്, അതിൻ്റെതായ ശ്രേഷ്ഠതയാണ് അതിന് ഈ ദേഹിയിൽ വെളിപ്പെട്ട് വരുന്നത്. അതിന് പാപം കാണുമ്പോഴും, പാപം കേൾക്കുമ്പോഴും, പാപം അറിയുമ്പോഴും അതിന്റെ ഉള്ളത്തിൽ നിന്ന് വേദന വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദേഹികളെ തനിക്കുള്ളതും തനിക്കല്ലാത്തതുമായി തിരഞ്ഞെടുക്കുന്ന കാര്യം നോക്കുമ്പോൾ, ഒന്ന് ലോകത്ത് നടക്കുന്ന അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും ആ, ദേഹി വേദനിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ലോകത്തിൽ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും അനീതിയിൽ രസിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് തമ്മിൽ അങ്ങ് വേർതിരിക്കും ദൈവം. തമ്മിൽ വേർതിരിച്ചതിന് ശേഷം ഈ അനീതിയിൽ രസിക്കുന്നതിനെ പൂർണ്ണമായിട്ടും അനീതി അവര് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരെ നേരെയാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരെ ന്യായവിധിയിലേക്ക് ദൈവം കൊണ്ടുപോയി അവരെ നശിപ്പിച്ച് കളയും. ഇവരെയോ, അതായത് ലോത്തിനെ പോലെയുള്ളവരെയോ അതിൽ ഇവരോട് കൂടെ നശിക്കാതെ വണ്ണം ദൈവം അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഒരു ക്രിസ്തീയ പ്രത്യാശയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ. ഇന്ന് ഇവിടെ ജീവിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. ശരീരം വിട്ട് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് എൻ്റെ ജീവിതം. കാരണം ഇന്ന് എൻ്റെ ജീവിതം ഒരു നിഴൽ, ഒരു നിഴൽ, പൊരുൾ. ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു പൊരുളുണ്ട്. എൻ്റെ ദേഹിക്ക് ഒരു പൊരുളുണ്ട്. അത് ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവിൽ തിരഞ്ഞെടുത്തത് തന്നെ. ആ പൊരുളിലേക്ക് ഞാൻ ചേരും. യേശു ഈ ലോകത്തിൽ ജീവിതം കഴിഞ്ഞ് മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന് രണ്ട് പൊരുളും നിഴലും ഒന്നായതുപോലെ ഒടുവിൽ പത്മോസ് ദ്വീപിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാ? പത്മോസ് ദ്വീപിൽ കാണുമ്പോഴത്തേക്കും ലോകത്തിൽ വന്ന യേശു എന്ന മനുഷ്യൻ എന്ന പൊരുളും, മനുഷ്യന്റെ എന്ന നിഴലും, യേശുവിന്റെ ദേഹി എന്ന നിഴലും, സ്വർഗത്തിലിരിക്കുന്ന ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ എന്ന പൊരുളും രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയ ഭാഗമാണ് നമ്മൾ പത്മോസ് ദ്വീപിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള് പുറപ്പെടുന്നതുമായ ഒരു ഭയങ്കര രൂപമാണ് അവിടെ നാം കാണുന്നത്. എന്നാൽ അവനിൽ നിന്ന് വരുന്ന ശബ്ദം എന്താ? ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇയാൾ മരിക്കുമോ? ദൈവപുത്രൻ മരിക്കുമോ? മരിക്കില്ല. പിന്നെ മരിച്ചതാരാ? നിഴലാണ് മരിച്ചത്. നിഴലിലാണ് അതൊക്കെ സംഭവിച്ചത്. ഇതുപോലെ തന്നെ മനുഷ്യനും നിഴലുണ്ട്. മനുഷ്യന്റെ പ്രാണനും നിഴലാണ്. ഈ നിഴലിന് ഒരു പൊരുളുണ്ട്. അത് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ദേഹിയാകുന്ന നിഴല് ഇതിന്റെ പൊരുളിലേക്ക് ലയിക്കും. പൊരുളിനോട് ചേരും. ആ പൊരുളിനോട് ചേർന്ന് ക്രിസ്തുവിനോട് എന്നേക്കും ഇരിക്കും. അന്ന് ഒരു മനുഷ്യന് എന്ത് തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു എന്ന് സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കും പ്രകാരം നമ്മെ ഒരാളുടെയും ജീവിതം അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ സംഭവിക്കുന്നില്ല. ഇതെല്ലാം മുന്നമേ എഴുതി തീർന്ന ഒരു പുസ്തകം വായിക്കുന്നത് പോലെയേ ഉള്ളൂ. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൊരുളിൽ നിന്ന് പൊരുളോടുകൂടി ക്രിസ്തുവിലേക്കും ചേരും. അല്ലാത്തതോ ഈ നിഴല് സകല ദുഷ്ടതയും ചെയ്തതിന് ശേഷം ശരീരം വിട്ട് ഇരുട്ടായിട്ട് പൊരുളിലേക്ക് ചേരും. ആ പൊരുളിനോട് കൂടി പാതാളത്തിലേക്ക് ഇറങ്ങും. പ്രകാശം ഉണ്ടാവില്ല, സംസാരിപ്പാൻ കഴിവില്ല, കേൾക്കാൻ കഴിവില്ല, അതുപോലെ തന്നെ കാണാൻ കഴിവില്ല. ഒരു നാളും വെളിച്ചം കാണാത്തൊരവസ്ഥയിലേക്ക് പൊരുളോടുകൂടി ദുഷ്ടൻ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ഭക്തൻ തിരഞ്ഞെടുക്കപ്പെട്ട പൊരുളിനോട് ചേർന്ന് ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും വസിക്കും. അത് നിത്യതയായിരിക്കും, അത് നിത്യാനന്ദമായിരിക്കും. ഇത് ഒരു മനുഷ്യന്റെ ദേഹിയെക്കുറിച്ചുള്ള വചനപ്രകാരമുള്ള ആധികാരിക പഠനമാകുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോ ഭാഗങ്ങളും നമ്മൾ വചനപ്രകാരം ഒത്തുനോക്കി വേണം ഇത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.